പ്രിയപ്പെട്ട കുട്ടികളെ, ആറ്റം എന്ന ചാപ്റ്ററിന്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ലിമിറ്റേഷൻസ് ഓഫ് റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തത്, ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ദി ആറ്റം. മറ്റൊന്ന്, ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ദി ലൈൻ സ്പെക്ട്രം ഓഫ് ദി ആറ്റം. ലൈൻ സ്പെക്ട്രം ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഒന്നും ലൈൻ സ്പെക്ട്രം പോലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞില്ല. പിന്നെ അതേപോലെ തന്നെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനും കഴിഞ്ഞില്ല. അപ്പോൾ പിന്നെ അടുത്ത മോഡൽ ഓഫ് ആറ്റം വരും. അടുത്ത മോഡൽ ഓഫ് ആറ്റം ആണ് ബോർ മോഡൽ ഓഫ് ആറ്റം. അപ്പൊ ബോർ മോഡൽ ഓഫ് ആറ്റം ആദ്യം തന്നെ റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റത്തിന്റെ ഒരു പിന്നെ ഡ്രോബാക്ക്, ഈ രണ്ട് റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റത്തിന് ഡ്രോബാക്ക് ഉണ്ടാവാനുള്ള കാരണം എന്താ? എന്തുകൊണ്ടാ പിന്നെ റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം സ്റ്റേബിൾ അല്ലാനുള്ള കാരണം ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. അങ്ങനെ റേഡിയേഷൻസ് എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉള്ളിലേക്ക് വരും. സ്പൈറൽ ഇൻവേർഡ് ഉള്ളിലേക്ക് വന്നിട്ട് ഇലക്ട്രോൺസ് ആറ്റത്തിന്റെ ഉള്ളിലേക്ക് വീഴും. അതുകൊണ്ടാണ് സ്റ്റെബിലിറ്റി ഇല്ലാഞ്ഞത്. അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ലൈൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞത്? കാരണം ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് റിവോൾവ് ചെയ്യുമ്പോൾ അതിന് എനർജി ഡിക്രീസ് ചെയ്യും. അതുകൊണ്ട് ഉള്ളിലേക്ക് വരും. ഉള്ളിലേക്ക് വരുന്ന ഒരു പിന്നെ ഇലക്ട്രോൺസ് പുറത്തു വിടുന്ന റേഡിയേഷൻ ഒരു കണ്ടിന്യൂസ് ഫ്രീക്വൻസി ആയിരിക്കും, കണ്ടിന്യൂസ് വേവ് ലെങ്ത് ആണ് വിടുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കണ്ടിന്യൂസ് സ്പെക്ട്രാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അത് രണ്ട് ലിമിറ്റേഷൻസിന് ഉണ്ടാവാനുള്ള കാരണം ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുമ്പോൾ എനർജി എമിറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ എനർജി എമിറ്റ് ചെയ്യുന്നില്ലെങ്കിലോ? എനർജി എമിറ്റ് ചെയ്യാൻ ഒരു പർട്ടിക്കുലർ ഓർബിറ്റിലൂടെ തന്നെ കറങ്ങും. അപ്പൊ ബോർ മോഡൽ ഓഫ് ആറ്റത്തിന്റെ ഫസ്റ്റത്തെ പോയിന്റ് തന്നെ ഈ ഒരു ലിമിറ്റേഷൻസിനെ ഒഴിവാക്കാണ് ബോർ മോഡൽ ഓഫ് ആറ്റത്തിലെ ഫസ്റ്റത്തെ പോയിന്റ്, വാട്ട് ആർ ദി പോസ്റ്റുലേറ്റ് ഓഫ് ബോർ മോഡൽ ഓഫ് ആറ്റം? പരീക്ഷക്ക് ചോദിച്ചിട്ടുണ്ട്, 3 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണത്. ആ 3 പോയിന്റ് ആണ് നമുക്കുള്ളത്, 3 പോസ്റ്റുലേറ്റ് ആണുള്ളത്. ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്, ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്, ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് നമുക്ക് പറയാൻ പറ്റും. ആൻ ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം കുഡ് റിവോൾവ് ഇൻ സെർട്ടൻ സ്റ്റേബിൾ ഓർബിറ്റ് വിത്തൗട്ട് ദ എമിഷൻ ഓഫ് റേഡിയൻ എനർജി. ഉണ്ടോ? അപ്പൊ എനർജി എമിറ്റ് ചെയ്യാതെ, ഇലക്ട്രോൺസിന് എനർജി എമിറ്റ് ചെയ്യാതെ എന്ത് ചെയ്യാൻ പറ്റും? ആറ്റത്തില് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസിന് റിവോൾവ് ചെയ്യാൻ പറ്റും. ദേ ആർ കോൾഡ് സ്റ്റേഷനറി ഓർബിറ്റ്, സ്റ്റേഷനറി സ്റ്റേറ്റ് ഓഫ് ദി ആറ്റം. അതിനെ നമ്മൾ സ്റ്റേഷനറി സ്റ്റേറ്റ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത്, ബോർ മോഡൽ ഓഫ് ആറ്റത്തിലെ ഫസ്റ്റത്തെ പോയിന്റ്, ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും, ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുമ്പോൾ റേഡിയന്റ് എനർജി എമിറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം റിവോൾവ് ഇൻ സെർട്ടൻ സ്റ്റേബിൾ ഓർബിറ്റ് വിത്തൗട്ട് ദ എമിഷൻ ഓഫ് റേഡിയന്റ് എനർജി. ദാറ്റ് സ്റ്റേബിൾ ഓർബിറ്റ് ഈസ് കോൾഡ് സ്റ്റേഷനറി സ്റ്റേറ്റ് ഓഫ് ദി ആറ്റം. രണ്ടാമത്തെ പോയിന്റ്, ആൻ ഇലക്ട്രോൺ ക്യാൻ റിവോൾവ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഓൺലി ഇൻ ദോസ് ഓർബിറ്റ് ഇൻ വിച്ച് the angular momentum of the electron is equal to an integral multiple of h/2 pi. അപ്പോ ഈ ആംഗുലാർ മൊമെന്റം ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുമ്പോൾ, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുമ്പോൾ അതിന്റെ ആംഗുലാർ മൊമെന്റം, ഇലക്ട്രോണിന്റെ ആംഗുലാർ മൊമെന്റം അത് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ആംഗുലാർ മൊമെന്റം ഓഫ് ഇലക്ട്രോൺ ഈസ് ക്വാണ്ടൈസ്ഡ് ആയിരിക്കും. ഒന്നെങ്കിൽ h/2 അല്ലെങ്കിൽ 2h/2 അല്ലെങ്കിൽ 3h/2 അല്ലെങ്കിൽ 4h, ഇങ്ങനെയായിരിക്കും ഇലക്ട്രോണിന്റെ ആംഗുലാർ മൊമെന്റം ഉണ്ടാവുക. അപ്പൊ ആംഗുലാർ മൊമെന്റം ഓഫ് ഇലക്ട്രോൺ എപ്പോഴും ക്വാണ്ടൈസ്ഡ് ആയിരിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് കൊടുത്തത് ബോർ. മൂന്നാമത്തെ ഒരു പോയിന്റ് പറഞ്ഞത്, ഒരു ഇലക്ട്രോൺ ഒരു ഓർബിറ്റിൽ നിന്ന് വേറൊരു ഓർബിറ്റിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ എനർജി എമിറ്റ് ചെയ്യും അല്ലെങ്കിൽ എനർജി അബ്സോർബ് ചെയ്യും. അല്ലെ? ഇപ്പൊ നോക്കൂ, ഒരു ലോവർ ഓർബിറ്റിൽ നിന്ന് ഹയർ ഓർബിറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എനർജി എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യണം. ഒരു ഹയർ ഓർബിറ്റിൽ നിന്ന് ലോവർ ഓർബിറ്റിലേക്ക് വരുമ്പോഴോ എനർജി എമിറ്റ് ചെയ്യും. അപ്പോ when an electron jumps from one orbit to another, the emission or absorption of energy occurs, which is equal to എത്ര എനർജി ആണ് അബ്സോർബ് ചെയ്യേണ്ടി വരിക? which is equal to the energy difference between the initial and the final state. അപ്പോ പിന്നെ ഇവിടെ h nu, ഈ പുറത്ത് വരുന്ന അല്ലെങ്കിൽ പിന്നെ ഇത് അബ്സോർബ് ചെയ്യുന്ന, എമിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്ന എനർജി h nu, അത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഇത് ഏത് എനർജി സ്റ്റേറ്റിൽ നിന്ന് ഏത് എനർജി സ്റ്റേറ്റിലേക്കാണ് ജമ്പ് ചെയ്യേണ്ടത്, അത് തമ്മിലുള്ള ഡിഫറൻസിന്, എനർജി ഡിഫറൻസിന് ഈക്വൽ ആയിരിക്കും. h nu ഈക്വൽ ടു EI മൈനസ് EF ആയിരിക്കും. അപ്പൊ നോക്കുമ്പോൾ n equal to 1, n equal to 2 എന്നൊക്കെ ഇങ്ങനെ കൊടുത്ത് കാണാൻ പറ്റും. n equal to 3. അപ്പൊ 3ൽ നിന്ന് 2ലേക്ക് വരികയാണെങ്കിൽ ഈ രണ്ടാം പിന്നെ നമുക്ക് അതിന്റെ ഡിഫറൻസ് എത്ര വരിക? ഇനീഷ്യൽ സ്റ്റേറ്റ് ഏതാണ്? E3 ആണ് വരിക. E3 മൈനസ് E2 ചെയ്താൽ മതി. അതായിരിക്കും, അത്ര എനർജി ആയിരിക്കും ഇത് അബ്സോർബ് ചെയ്യുന്ന എനർജി ഉണ്ടാവും, എമിറ്റ് ചെയ്യുന്ന എനർജി ഉണ്ടാവും. അപ്പോൾ 3 പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത് ബോർ മോഡൽ ഓഫ് ആറ്റത്തിന്റെ 3 പോസ്റ്റുലേറ്റുകൾ. ഏതൊക്കെയാണ്? ഒന്ന്, electrons can revolve around the nucleus in specific orbit without the emission of radiant energy. That specific orbit are called stationary states. രണ്ടാമത് പറഞ്ഞ, only those electrons are allowed
to revolve in an orbit for which the angular momentum is integral multiple of h by 2 pi. Electron angular momentum എപ്പോഴും quantized ആയിരിക്കും. മൂന്നാമത് പറഞ്ഞ when an electron jumps from one orbit to another, either energy emitted or energy is absorbed, which is equal to the energy difference between the initial and final state. അപ്പോൾ ഇതാണ് 3 പോയിന്റുകൾ. അപ്പോൾ ഇത് പഠിക്കണം. ഇനി നമുക്ക് ഡെറിവേഷൻസ് ആണ് ഉള്ളത്. ബോർ തിയറി ഓഫ് ഹൈഡ്രജൻ ആറ്റം. നമ്മൾ പ്രിന്റഡ് നോട്ട് നിങ്ങൾക്ക് തന്ന നോട്ടിൽ ഈ ഡെറിവേഷൻസ് കൊടുത്തിട്ടുണ്ടാവില്ല. നമ്മൾ ഹെഡിങ്ങുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് നിങ്ങൾ നോട്ടിൽ ചെയ്യണം. എൻ്റെ ക്ലാസ്സിന്റെ ഒപ്പം തന്നെ ചെയ്താൽ മതി. ബോർ തിയറി ഓഫ് ഹൈഡ്രജൻ ആറ്റം. ബോർ തിയറി ഓഫ് ഹൈഡ്രജൻ ആറ്റത്തിൽ നമ്മൾ 4 ഡെറിവേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ബോറിന്റെ റേഡിയൈ ഓഫ് ബോർ സ്റ്റേഷനറി ഓർബിറ്റ്, റേഡിയസിന്റെ ഇക്വേഷൻ ഡെറിവേഷൻ ആണ്. മറ്റൊന്ന് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻ ബോർ സ്റ്റേഷനറി ഓർബിറ്റ്, ഇലക്ട്രോണിന്റെ വെലോസിറ്റി, റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ വെലോസിറ്റിന്റെ ഇക്വേഷൻ ഡെറിവേഷൻ ഉണ്ട്. ഫ്രീക്വൻസി ഓഫ് ഇലക്ട്രോൺ ഇൻ ബോർ സ്റ്റേഷനറി ഓർബിറ്റ്, ബോറിന്റെ സ്റ്റേഷനറി ഓർബിറ്റിലുള്ള ഫ്രീക്വൻസി, ഇലക്ട്രോണിന്റെ ഫ്രീക്വൻസിന്റെ ഡെറിവേഷൻ. മറ്റൊന്ന് ടോട്ടൽ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ബോർ സ്റ്റേഷനറി ഓർബിറ്റ്, ടോട്ടൽ എനർജിന്റെ ഇക്വേഷൻ ഡെറിവേഷൻ. ഇത് 4 ഡെറിവേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തതും 4ാമത്തതും വളരെ പ്രധാനപ്പെട്ടാണ്. പരീക്ഷയ്ക്ക് സാധാരണ ഇത് രണ്ടും ചോദിച്ച് കാണാറുള്ളൂ. അപ്പോൾ വെലോസിറ്റിയും ഫ്രീക്വൻസിയും ചോദിക്കാറില്ല. റേഡിയസിന്റെ ഇക്വേഷൻ ഡെറിവേഷനും എനർജിന്റെ ഇക്വേഷൻ ഡെറിവേഷനും നിർബന്ധമായിട്ടും എല്ലാവരും പഠിക്കേണ്ട ഡെറിവേഷൻസ് ആണ്. നമുക്ക് ഡെറിവേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. റേഡിയൈ ഓഫ് ബോർ സ്റ്റേഷനറി ഓർബിറ്റ്. അപ്പോൾ നോക്കൂ, ഡെറിവേഷൻസ് നമ്മൾ ചെയ്യണത് നമുക്ക് ഉള്ള ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കാൻ നോക്കൂ. ബോറിന്റെ സെക്കൻഡ് പോസ്റ്റുലേറ്റ് പ്രകാരം ആംഗുലാർ മൊമെന്റം L ഈക്വൽ ടു MVR, ആംഗുലാർ മൊമെന്റം. നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചാണ് ഇക്വേഷൻ MVR എന്നുള്ള. ആംഗുലാർ മൊമെന്റ് എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് മൊമെന്റ് ആണ് അല്ലെ, R ക്രോസ് P. R ഇൻറ്റു P എന്ന് പറഞ്ഞാൽ ലീനിയർ മൊമെന്റ് ആണ്. സോ R ക്രോസ് P എന്നാണ് ഇക്വേഷൻ. Pന്റെ വാല്യൂ MV എന്ന് കൊടുക്കുക. സോ R MV എന്ന് വരും. അതാണ് MVR എന്ന് പറഞ്ഞത്. സോ ആംഗുലാർ മൊമെന്റം MVR is equal to NH by 2 pi ആയിരിക്കും. അതാണ് ബോറിന്റെ സെക്കൻഡ് പോസ്റ്റുലേറ്റ് പറഞ്ഞത്. ഇലക്ട്രോണിന്റെ ആംഗുലാർ മൊമെന്റം എപ്പോഴും ക്വാണ്ടൈസർ ആണ്. അത് h by 2 pi ന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. സോ MVR is equal to NH by 2 pi. ഈ ഒരു ഇക്വേഷൻ നമുക്കുണ്ട്. ആ ഇക്വേഷൻ നമ്മൾ സ്ക്വയർ ചെയ്യാം. നമ്മൾ സ്ക്വയർ ചെയ്ത് എന്ത് കിട്ടും? M square V square R square is equal to N square H square by 4 pi square. നമ്മൾ ഇക്വേഷൻ നമ്പർ 1 നമ്മൾ കൊടുത്തു. ഓൾസോ വി ഹാവ്, നോക്കൂ, നമ്മൾ പിന്നെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ഉപയോഗിക്കുകയാണ്. നമ്മൾ പിന്നെ റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റത്തിൽ പറഞ്ഞ പല കാര്യങ്ങളും ഇവിടെയും പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ പറയാഞ്ഞത്. അതായത് ആറ്റത്തിന്റെ സൈസ്, പിന്നെ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുള്ള കാര്യം, അതേപോലെ തന്നെ ന്യൂക്ലിയസ് ഉണ്ട് എന്നുള്ള കാര്യം, ഇതൊക്കെ പിന്നെ റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റത്തിലുള്ള കാര്യം കറക്റ്റ് ആണ്. അതുകൊണ്ടാണ് പിന്നെ ബോർ മോഡൽ ഓഫ് ആറ്റത്തിൽ നമ്മൾ ആ ഒരു കാര്യം പിന്നെ എടുത്ത് പറയാഞ്ഞത്. അവിടെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് അറൌണ്ട് ദി ന്യൂക്ലിയസ്. അങ്ങനെ റിവോൾവ് ചെയ്യുകയാണെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള സെൻട്രിപിറ്റൽ ഫോഴ്സ് ആരാ പ്രൊവൈഡ് ചെയ്യുക? ഈ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുക അല്ലെ. അപ്പൊ നമുക്ക് പിന്നെ അവിടെ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റും. സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് MV square by R. ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. MV square by R അല്ലെ. മാസ് ഓഫ് ദി ബോഡി, വെലോസിറ്റി ഓഫ് ദി ബോഡി ആണ്. R എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് സർക്കുലർ ട്രാക്ക്. സോ MV square by R അതാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. അത് ആരാണ് പ്രൊവൈഡ് ചെയ്യുക? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ ഇക്വേഷൻ 1/4 pi epsilon 0 E square by R square. ഈ ഇക്വേഷൻ എങ്ങനെ കിട്ടണത്? ഇത് നമ്മൾ വീണ്ടും ഇതേപോലെ തന്നെ നമ്മൾ ഈ +2 ഫിസിക്സിന്റെ ആദ്യത്തെ ഒരു ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. കൂളം ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം. 1/4 pi epsilon 0. അവിടെ ഇക്വേഷൻ പഠിക്കുമ്പോൾ 1/4 pi epsilon 0 Q1 Q2 by R square അങ്ങനെയാ പഠിക്കുക. 2 ചാർജ് Q1 ഉം Q2. ഇവിടെ 2 ചാർജ് എന്ന് പറഞ്ഞാൽ E ആണ്. കാരണം ഹൈഡ്രജൻ ആറ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇലക്ട്രോൺ ആണ് റിവോൾവ് ചെയ്യണത്. നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിന്റെ കാര്യം മാത്രമാണ് പഠിക്കുന്നത്. അപ്പൊ ഹൈഡ്രജന്റെ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? ഒരു പ്രോട്ടോൺ, അതിന് ചുറ്റും ഒരു ഇലക്ട്രോൺ കറങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു ന്യൂക്ലിയസിന്റെ ചാർജ് എത്ര? ഒരു പ്രോട്ടോണിന്റെ ചാർജ് E അല്ലെ. ഇലക്ട്രോണിന്റെ ചാർജ് എത്ര? അതും E. അപ്പൊ Q1 into Q2 എന്ന് പറഞ്ഞാൽ E into E എന്ന് വരും. അതാണ് E സ്ക്വയർ. ഓക്കെ, സോ 1/4 pi epsilon 0 Q1 Q2 by R square എന്നാണ് ജനറൽ ഇക്വേഷൻ. അപ്പൊ നമ്മൾ ഈ കേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/4 pi epsilon 0 E into E സ്ക്വയർ ബൈ R സ്ക്വയർ എന്ന് വരും. അപ്പൊ സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുക ഈ ഒരു പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്, കൂളം ഫോഴ്സ് ആണ്. അപ്പൊ നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസ് ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്ന് ആംഗുലർ മൊമെന്റം MVR is equal to NH by 2 pi. മറ്റൊന്ന് സെൻട്രിപിറ്റൽ ഫോഴ്സ് is provided by ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അത് ഉപയോഗിച്ചിട്ടാണ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യണത്. പിന്നെ ജസ്റ്റ് മാത്തമാറ്റിക്കൽ സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് രണ്ടൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഒന്ന് ആംഗുലർ മൊമെന്റം
ഈസ് ക്വാണ്ടൈസ്ഡ് ആണ്, h/2π ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആണ്. സോ MVR is equal to NH/2π എന്ന് എഴുതി, എന്നിട്ട് നമ്മൾ അതിനാണ് സ്ക്വയർ ചെയ്തു. പിന്നെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. സോ mv²/r സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ ഇക്വേഷൻ കൊടുത്താണ്. mv²/r is equal to 1/4πε0 e²/r². ഈ ഇക്വേഷനിൽ നമുക്ക് ഒരു ആറും ക്യാൻസൽ ചെയ്യാം, ഡിനോമിനേറ്ററിൽ ഉണ്ട്. പിന്നെ v² സമയം ഇത്, അപ്പൊ m നെ കൊണ്ടുപോയാൽ മതി. സോ v² സമയം എഴുതുമ്പോൾ എന്താ വരിക, മുകളിലുള്ളത് e² മാത്രമേ ഉള്ളൂ. e² അടിയിലുണ്ടാവുക 4πε0 ഓൾറെഡി അവിടെ ഉണ്ട്. ഈ m കൊണ്ട് അടിക്ക് പോകും, m ഇൻറ്റു r². ഒരു r ക്യാൻസൽ ചെയ്തു, ഒരു r അവിടെ ഉണ്ട്. സോ e²/4πε0 mr. ഈ v²ന്റെ വാല്യൂ ഒന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് പിന്നെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇക്വേഷൻ കിട്ടും. എന്ന് ചെയ്ത് നോക്കണം നിങ്ങൾ. v² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സ്റ്റെപ്പ് ഒന്ന് പറഞ്ഞേ. അപ്പൊ എന്താ വരിക, m². v² സ്ഥലത്താണ് നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരിക, m² ഇൻറ്റു e²/4πε0 mr ഇൻറ്റു r² ഈക്വൽ ടു n² h²/4π². എന്നിട്ട് അതിൽ നിന്ന് ആറൊക്കെ പിന്നെ ഒരു ആറൊക്കെ ക്യാൻസൽ ചെയ്യുക. പിന്നെ ബാക്കിയുള്ള ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് ഒരു ആറിനെ അവിടെ നിർത്തുക. ആ 6 റേഡിയസിന്റെ ഇക്വേഷനാണ് നമുക്ക് ഡിറൈവ് ചെയ്യുന്നത്. സോ r is equal to എഴുതി നോക്കുക. അപ്പൊ n² h²ε0 πm e² എന്ന് കിട്ടും. ഇതാണ് ഡെറിവേഷൻ. ഈ ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിക്കും വേണം, ഡെറിവേഷനും ഓർത്ത് വെക്കണം. സോ റേഡിയസ് ഓഫ് ബോർ സ്റ്റേഷനറി ഓർബിറ്റ് Rn, നമുക്ക് ഏത് ഓർബിറ്റിന്റെ റേഡിയസ് കാണാം. ഇത് ജനറൽ ഇക്വേഷൻ ആക്കി ചെയ്താൽ വേണമെങ്കിൽ Rn എന്ന രൂപത്തിൽ വേണമെങ്കിൽ എഴുതാൻ പറ്റും. Rn is equal to nth ഓർബിറ്റിന്റെ റേഡിയസ്, അതായത് r സബ്സ്ക്രിപ്റ്റിൽ n എന്ന് വേണമെങ്കിൽ കൊടുത്താൽ മതി. Rn is equal to എങ്ങനെ കൊടുക്കാം, n² h²ε0 πm e². ഇതാണ് ഇക്വേഷൻ. ഇവിടെ n എന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്, അല്ലെങ്കിൽ ഓർബിറ്റിന്റെ നമ്പർ ആണ്. h എന്ന് പറഞ്ഞ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് വാല്യൂ നിങ്ങൾക്കറിയാം 6.625 × 10⁻34 ആണ് ജൂൾ സെക്കൻഡ്. ε0 എന്ന് പറഞ്ഞ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. അതിന്റെ വാല്യൂ വരിക 8.85 × 10⁻12 ആണ്. പൈന്റെ വാല്യൂ 3.14 നിങ്ങൾക്ക് അറിയാം. m എന്ന് പറഞ്ഞ ഇലക്ട്രോണിന്റെ മാസ് ആണ്. ഇലക്ട്രോണിന്റെ മാസ് 9.1 × 10⁻31 കിലോഗ്രാം ആണ്. E എന്ന് പറഞ്ഞ ഇലക്ട്രോണിക് ചാർജ് ആണ്. അതിന്റെ വാല്യൂ 1.6 × 10⁻19 ആണ്. അപ്പൊ ഞാൻ എല്ലാത്തിന്റെ വാല്യൂ പറഞ്ഞു. അപ്പൊ നമ്മൾ n ന് 1 കൊടുക്കുകയാണ്. ഈ ഇക്വേഷനിൽ n ന് 1 കൊടുക്കാന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ഓർബിറ്റ് അല്ലെ, ഫസ്റ്റത്തെ ഓർബിറ്റ് റേഡിയസ് കാണുകയാണെങ്കിൽ വെൻ n ഈക്വൽ ടു 1, n ന് 1 കൊടുത്താൽ നമുക്ക് ഒന്നാമത്തെ ഓർബിറ്റിന്റെ റേഡിയസ് കിട്ടും. ന്യൂക്ലിയസിന് സെന്ററിൽ നിന്ന് ഒന്നാമത്തെ ഓർബിറ്റിലേക്കുള്ള ദൂരം കിട്ടും. അത് ദ റേഡിയസ് ഓഫ് ഇന്നർമോസ്റ്റ് ഓർബിറ്റ്. അത് നമ്മൾ കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കുക. നിങ്ങൾ ചെയ്ത് നോക്കണം. n ന് 1 എന്ന് കൊടുത്തു, h-ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഞാൻ ഒരിക്കൽ കൂടി വാല്യൂസ് പറയാം. h-ന്റെ വാല്യൂ 6.625 × 10⁻34, അതിന്റെ സ്ക്വയർ ഉണ്ടാവും. ε0ന്റെ വാല്യൂ 8.85 × 10⁻12 ഡിവൈഡഡ് ബൈ പൈന്റെ വാല്യൂ 3.14. m എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ മാസ് ആണ് 9.1 × 10⁻31. e എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ചാർജ് ആണ് 1.6 × 10⁻19 -19 ആണ് വരിക കൂളും. അപ്പോൾ അതിന് സ്ക്വയർ ചെയ്യണം. എന്നിട്ട് ഇതൊക്കെ ഒന്ന് കാൽക്കുലേറ്റർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. R1 ഒന്നാമത്തെ ഓർബിറ്റിന്റെ റേഡിയസ് 0.53 × 10⁻10 മീറ്റർ അല്ലെങ്കിൽ 0.53 ആങ്സ്ട്രോം എന്ന് കിട്ടും. ഇതാണ് ഒന്നാമത്തെ ഓർബിറ്റിന്റെ റേഡിയസ് കിട്ടുക. ഇതിനെ ഇറ്റ് ഈസ് കോൾഡ് ബോർ റേഡിയസ്. അതിന് നമ്മൾ A0 എന്ന ലെറ്ററാണ് സാധാരണ പിന്നെ ഉപയോഗിക്കല്. R1 ഈക്വൽ ടു A0. അതിന്റെ വാല്യൂ ആണ് 0.53 ആങ്സ്ട്രോം. അപ്പൊ നമ്മൾ പിന്നെ ഈ A0 എന്ന് പറഞ്ഞപ്പോൾ നമ്മളിവിടെ n ന് 1 എന്ന് കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള വാല്യൂസ് ഒക്കെ അവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി ജനറൽ ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ R is equal to റേഡിയസ് ഓഫ് എനി ഓർബിറ്റ് കാണണമെങ്കിൽ ഈ h²ε0 πm e², അതിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചത് A0 എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ കണ്ടുപിടിച്ചത്. ആ A0 ഏത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, n² മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. സോ Rn is equal to റേഡിയസ് ഓഫ് എനി ഓർബിറ്റ്. Rn is equal to A0 n². നമുക്ക് ഇവിടെ ഈ ഇക്വേഷൻ ഇത് നമുക്ക് വേണമെങ്കിൽ Rn എന്ന് കൊടുക്കട്ടോ, റേഡിയസ് ഓഫ് nth ഓർബിറ്റ്. Rn is equal to അറൗണ്ട് എഴുതാൻ പറ്റും. സോ നൗ നമ്മൾ പിന്നെ n ന് 1 കൊടുക്കുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടി, നമ്മൾ ബോർ റേഡിയസിന്റെ വാല്യൂ കിട്ടി 0.53 ആങ്സ്ട്രോം. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇനി പിന്നെ എനി ഓർബിറ്റിന് റേഡിയസ് കാണാൻ പറ്റും. Rn is equal to A0 n² എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. അപ്പൊ റേഡിയസ് ഓഫ് പിന്നെ ബോർ റേഡിയസ് സ്റ്റേഷനറി ഓർബിറ്റ്സ് അത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെ സ്ക്വയറിന് അല്ലെ, n² ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് കാണാൻ പറ്റും. ഇക്വേഷനിൽ n² ആണ് ഉള്ളത്. ഇനി മറ്റൊരു കാര്യം നോക്കൂ, ഫസ്റ്റ് ഓർബിറ്റ് ഒന്നാമത്തെ ഓർബിറ്റിന് നമ്മൾ അപ്പോൾ R1 കാണാം. നമുക്ക് Rn ന്റെ വാല്യൂ ഉപയോഗിച്ചാൽ മതി A0 n². അപ്പൊ R1 കാണണമെങ്കിലോ
ഈ n ന് 1 എന്ന് കൊടുക്കുക, 1 സ്ക്വയർ ആണ് 1. അപ്പോൾ R1 is equal to A0 ബോർ റേഡിയസ് എന്ന് കിട്ടും. ഫോർ സെക്കൻഡ് ഓർബിറ്റ് അതിന്റെ റേഡിയസ് കാണണമെങ്കിൽ R2 equal to A0 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4, സോ 4A0 എന്ന് കിട്ടും. തേർഡ് ഓർബിറ്റിന് R3 is equal to 9A0. അപ്പൊ നമ്മൾ ചിത്രം പിന്നെ സാധാരണ നമ്മൾക്ക് പിന്നെ ഒരു ആറ്റം വരയ്ക്കുമ്പോൾ ന്യൂക്ലിയസ് വരയ്ക്കും, അതിന് ചുറ്റും അടുത്തൊരു സർക്കിള്, പിന്നെ അടുത്തൊരു സർക്കിൾ ഇങ്ങനെ വരയ്ക്കും. സത്യത്തിൽ ആ ചിത്രം തെറ്റാണ്. എങ്ങനെ വരക്കണം? ഒന്നാമത്തിലേക്കുള്ള ദൂരം നമ്മൾ A0 എന്ന് എടുക്കുകയാണെങ്കിൽ അതിന്റെ 4 മടങ്ങ് വലുപ്പത്തിലാണ് രണ്ടാമത്തെ റേഡിയസ് വരക്കേണ്ടത് അല്ലെ. മൂന്നാമത്തിലേക്കുള്ള വട്ടം വരക്കേണ്ടതോ ഈ ആദ്യത്തിന്റെ 9 മടങ്ങ്. അപ്പോ ആദ്യത്തിന്റെ കുറച്ച് പിന്നെ കൊല്ല ഗ്യാപ്പിലായിരിക്കും അടുത്ത ലൈന് വരിക, പിന്നെ നല്ല ഗ്യാപ്പിലായിരിക്കും അടുത്ത ലൈന് വരിക, പിന്നെ അടുത്ത റേഡിയസ് വരക്കണമെങ്കിലോ അടുത്ത സർക്കിൾ വരക്കണമെങ്കിലോ 16A0 വരക്കേണ്ടത്. അപ്പോൾ ബോർ സ്റ്റേഷനറി ഓർബിറ്റ് ആർ നോട്ട് ഈക്വലി സ്പേസ്ഡ് എന്ന് നമുക്ക് ഇതിന് ക്ലിയർ ആവും. പക്ഷെ നമ്മൾ സാധാരണ വരക്കുമ്പോൾ നമ്മളൊക്കെ പിന്നെ ഒരേ സ്പേസിംഗ് ഇട്ടാണ് വരക്കാറ്. അത് നമുക്ക് പിന്നെ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ വരക്കുന്നത്. സത്യത്തിൽ ഇങ്ങനെയാണുള്ളത്. ആദ്യത്തേക്കുള്ള റേഡിയസ് A0 ആണെങ്കിൽ അടുത്തേക്കുള്ള റേഡിയസ് 4A0, പിന്നെ 9A0, പിന്നെ 16A0, ഇങ്ങനെയാണ് പോവുക. സോ ബോർ സ്റ്റേഷനറി ഓർബിറ്റ് ആർ നോട്ട് ഈക്വലി സ്പേസ്ഡ്. പരീക്ഷകരോട്ട് ഇങ്ങനെ ചോദിച്ചിരുന്നു, ഷോ ദാറ്റ് ബോർ സ്റ്റേഷനറി ഓർബിറ്റ് ആർ നോട്ട് ഈക്വലി സ്പേസ്ഡ്. അപ്പോൾ ഇത് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ തുടങ്ങി 2 മാർക്കിനൊക്കെ ചോദ്യമാണെങ്കിൽ ബോറിന്റെ റേഡിയസിന്റെ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. R is equal to A0 n² ആണ്. അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഈ കാര്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ ഡെറിവേഷൻ ആണ് നമ്മൾ പറഞ്ഞത്, ബോർ റേഡിയസിന്റെ ഇക്വേഷൻ. അപ്പൊ റേഡിയസിന്റെ ഇക്വേഷൻ എന്താണ് ഒന്ന് കാണാതെ എല്ലാവരും ഒന്ന് പറഞ്ഞേ. n² h² ε0 by pi m e². n² h² by ε0 by pi m e². ഇക്വേഷൻ കാണാതെ പഠിക്കും വേണം. ഇത് നമ്മൾ പിന്നീട് സ്ഥലത്ത് ഉപയോഗിക്കണൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഇത് പഠിക്കണം. ഇനി രണ്ടാമത്തെ ഡെറിവേഷന് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻ ബോർ സ്റ്റേഷനറി ഓർബിറ്റ്. വെലോസിറ്റിന്റെ ഇക്വേഷൻ ആണ്. അപ്പോൾ പിന്നെ ബോറിന്റെ ഇങ്ങനെ റേഡിയസിലൂടെ ഈ പിന്നെ ഓർബിറ്റിലൂടെ ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞു. ഈ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നതിന്റെ എത്ര വെലോസിറ്റിയിലായിരിക്കും റിവോൾവ് ചെയ്യുന്നുണ്ടാവുക? ആ ഇക്വേഷൻ ആണ് വെലോസിറ്റിന്റെ ഇക്വേഷൻ നമ്മൾ ഡെറിവ് ചെയ്യാൻ പോകുന്നത്. വീണ്ടും നേരത്തെ പറഞ്ഞ അതേ ഇക്വേഷൻസ് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത്. ആംഗുലർ മൊമെന്റം, വി ഹാവ് ആംഗുലർ മൊമെന്റം mvr is equal to nh/2π. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. പിന്നെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആരാ പ്രൊവൈഡ് ചെയ്യുക? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. സോ mv² by r is equal to 1/4π ε0 e² by r². അല്ലെ. അപ്പോൾ നമ്മൾ ഇതിന്ന് r is equal to എഴുതി. ഒരു ആറും ക്യാൻസൽ ചെയ്ത് ഒരു 6 ഉണ്ടാവും. ഈ 6 ഇങ്ങോട്ട് കൊണ്ടുവരിക. നേരത്തെ നമ്മൾ v² ആണ് എഴുതിയിരുന്നത്. ഇപ്പൊ നമ്മൾ ആറിനാണ്, കാരണം 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് v നിർത്താം. നേരത്തെ v നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 6 നിലനിർത്താനായിരുന്നു. ഇപ്പൊ നമ്മൾ വെലോസിറ്റിന്റെ ഇക്വേഷനാണ് ഡെറിവ് ചെയ്യേണ്ടത്, റേഡിയസ് വേണ്ട. അപ്പൊ റേഡിയസിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റേഡിയസ് ഇല്ലാതാക്കണം. അപ്പൊ നമ്മൾ റേഡിയസിന് ഇക്വേഷൻ ചെയ്താൽ അപ്പൊ നമ്മൾ mv² by r is equal to 1/4π ε0 e² by r² എന്നുള്ളടത്ത് ഒരു 6ഉം ക്യാൻസൽ ആയത്. പിന്നെ അപ്പുറത്തുള്ള ഒരു 6 നമ്മൾ സമതല ഈ ഭാഗത്ത് കൊണ്ടുവരിക, mv² അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക. സോ r is equal to ഇത് എന്ത് കിട്ടും? r equal to മുകളിൽ എന്താ ഉള്ളത്? e² by 4π ε0 ഓൾറെഡി അവിടെ ഉണ്ട്, mv² അങ്ങോട്ട് അടിക്ക് പോവുകയും ചെയ്യും. സോ e² by 4π ε0 mv². ഇത് ഒന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. mvr equal to nh/2π എന്നുള്ളടത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൊന്ന് റീഅറേഞ്ച് ചെയ്യുക. ഒന്ന് എല്ലാവരും ചെയ്തു നോക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. അതിന്റെ അടിയിലുള്ള സ്റ്റെപ്പുകളൊന്നും ഞാൻ എഴുതിയിട്ടില്ല, നിങ്ങൾ ചെയ്തു നോക്കണം. ആ സ്റ്റെപ്പുകളൊക്കെ നോട്ടിൽ കാണിക്കണം. സോ mvr എന്നുള്ളിടത്ത് r സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. r ന്റെ വാല്യൂ ആണ് e² by 4π ε0 mv². അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഈക്വൽ ടു nh/2π. എന്നിട്ട് അതിന് v സമം അവിടെ നിന്ന് എഴുതുക, ബാക്കി അങ്ങോട്ട് കൊണ്ടുപോവുക. സോ v സമം വെട്ടാനുള്ളൊക്കെ വെട്ടി കഴിഞ്ഞാൽ v സമം ഇങ്ങനെ കിട്ടും, e² by 2ε0 hn എന്ന് കിട്ടും. ഇങ്ങനെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ കിട്ടും. ഇക്വേഷൻ ഡെറിവേഷൻ ഒന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല, പരീക്ഷ സാധാരണ ചോദിച്ചു കണ്ടിട്ടില്ല. അപ്പോൾ v ഈക്വൽ ടു വെലോസിറ്റി ഓഫ് nth ഓർബിറ്റ്, vn വേണമെങ്കിൽ ഇതിന് ഇക്വേഷൻ vn എന്നൊക്കെ എഴുതാൻ പറ്റും കേട്ടോ. വെലോസിറ്റി ഓഫ് nth ഓർബിറ്റ് vn is equal to e² by 2ε0 hn. ഇവിടെ e എന്ന് പറഞ്ഞാലും ε0 h ഒക്കെ കോൺസ്റ്റന്റ് ആണ്, n ആണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. നേരത്തെ പോലെ നമ്മൾ n ന് 1 എന്ന് കൊടുക്കുക. n ന് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഫസ്റ്റത്തെ ഓർബിറ്റിലുള്ള ഇലക്ട്രോണിന്റെ വെലോസിറ്റി കിട്ടും. ദ ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ റിവോൾവിംഗ് ഇൻ ദ ഫസ്റ്റ് ഓർബിറ്റ്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ n equal to 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ഇന്റെ വാല്യൂ നേരത്തെ പറഞ്ഞ പോലെ 1.6 into 10⁻⁹ അതിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 into ε0 ന്റെ വാല്യൂ 8.85 into 10⁻12. h ന്റെ വാല്യൂ 6.625 into 10⁻34. അത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ v1 ന്റെ വാല്യൂ ഒന്നാമത്തെ ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ വെലോസിറ്റി 2.2 into 10⁻6 എന്ന് കിട്ടും മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇനി ഏതിന്റെ വെലോസിറ്റി എഴുതാൻ പറ്റും. സോ vn നമ്മൾ ജനറൽ ആയിട്ട് vn is equal to ഇത്രയും ഭാഗത്താണ് e² by 2ε0 h നാണ് നമുക്ക് v1 എന്ന് കിട്ടിയത്. സോ v1 by n എന്ന് എഴുതിയാൽ മതി അല്ലെ. v1 ന്റെ വാല്യൂ 2.2 into 10⁻6. അപ്പൊ അത്യാവശ്യം നല്ല വെലോസിറ്റി ആണ്. 2.2 into 10⁻6 എന്ന് പറഞ്ഞാൽ വളരെ ഹൈ വെലോസിറ്റി ആണ്. അപ്പൊ ഇലക്ട്രോൺ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നുമല്ല, നല്ല സ്പീഡിലായിരിക്കും ആറ്റത്തിന് ചുറ്റും ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നുണ്ടാവുക.
ഓക്കെ, സോ വി എൻ ഇസ് ഈക്വൽ ടു v1 by n എന്നുള്ള വെലോ എന്നാണ് നമുക്ക് അതിന്റെ ഇക്വേഷൻ കിട്ടുക. അപ്പോൾ നമുക്ക് വെലോസിറ്റി പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറുമായിട്ട് എങ്ങനെ ബന്ധം? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു n ആണ്, അല്ലെ 1 by n ആണ്. റേഡിയസുമായിട്ട് എങ്ങനെയായിരുന്നു ബന്ധം? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n സ്ക്വയർ ആണ്. അപ്പൊ നമ്മളിവിടെ രണ്ടാമത്തെ ഡെറിവേഷൻ കഴിഞ്ഞു, വെലോസിറ്റിന്റെ ഡെറിവേഷൻ. ഇനി മൂന്നാമത്തത് ഫ്രീക്വൻസി ഓഫ് ഇലക്ട്രോൺ ആണ് അടുത്ത് നമുക്ക് ഡിറൈവ് ചെയ്യാനുള്ളത്. ഫ്രീക്വൻസി ഓഫ് ഇലക്ട്രോൺ ഇൻ ബോർ സ്റ്റേഷനറി ഓർബിറ്റ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ദ നമ്പർ ഓഫ് റെവല്യൂഷൻസ് പെർ സെക്കൻഡ്, അല്ലെ? ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യും. വളരെ ഹൈ വെലോസിറ്റിയിലാണ് കറങ്ങുന്നത്. അപ്പോൾ ഒരു സെക്കൻഡിൽ തന്നെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പ്രാവശ്യം ഇത് കറങ്ങുന്നുണ്ടാവും. അതിന്റെ ഫ്രീക്വൻസി, ദ നമ്പർ ഓഫ് റെവല്യൂഷൻ പെർ സെക്കൻഡ്, അതിനെ നമ്മൾ ഫ്രീക്വൻസി എന്ന് വിളിക്കുക. ആ ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ ഡെറിവ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച ഒരു സാധനമാണ് ഉപയോഗിക്കുന്നത്, ലീനിയർ വെലോസിറ്റി v സമം r ഒമേഗ, അല്ലെ? r ഇൻറ്റു ആംഗുലർ വെലോസിറ്റി. അങ്ങനത്തെ ഒരു ഇക്വേഷൻ ഉണ്ട്. ലീനിയർ വെലോസിറ്റി ആംഗുലർ വെലോസിറ്റി തമ്മിലുള്ള ഒരു റിലേഷൻ ആണിത്. v ഈക്വൽ ടു r ഒമേഗ. ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലർ വെലോസിറ്റി അല്ലെങ്കിൽ ആംഗുലർ ഫ്രീക്വൻസി ആണ്. ഈ ആംഗുലർ ഫ്രീക്വൻസി ലീനിയർ ഫ്രീക്വൻസി തമ്മിലുള്ള ബന്ധം എന്താ? ഒമേഗ ഈക്വൽ ടു 2 പൈ ന്യൂ, അല്ലെ? 2 പൈ ഇൻറ്റു ഫ്രീക്വൻസി, ലീനിയർ ഫ്രീക്വൻസി ആണ്. അപ്പൊ നമ്മൾ അത് ഉപയോഗിക്കുകയാണ്. സോ v ഈക്വൽ ടു r ഒമേഗ ഈക്വൽ ടു r ഇൻറ്റു ഒമേഗന്റെ വാല്യൂ 2 പൈ ന്യൂ. അപ്പൊ അതിന് ന്യൂ സമയം ഇതാണ്, എന്ത് കിട്ടും? ന്യൂ ഈക്വൽ ടു വെലോസിറ്റി v ബൈ 2 പൈ r എന്ന് കിട്ടും. സോ ഫ്രീക്വൻസി ഈക്വൽ ടു v ബൈ 2 പൈ r. ഇതേ ഇക്വേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1 ബൈ ടൈം പീരീഡ് ആണ്. അപ്പോൾ 1 ബൈ t എന്ന് എഴുതാം. ഇനി ടൈം പീരീഡിന്റെ ഇക്വേഷൻ എങ്ങനെ കിട്ടുക? ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ അറിയാം, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പൊ ഇതിന്റെ ടൈം ഇസ് ഈക്വൽ ടു കിട്ടും, ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. അപ്പോൾ പിന്നെ ഡിസ്റ്റൻസ് ഇവിടെ എത്ര വരിക? ഒരു ഫുൾ ആയിട്ട് കറങ്ങുമ്പോൾ സർക്കംഫറൻസ് 2 പൈ r എന്ന് കിട്ടും. സോ 2 പൈ r ബൈ v എന്ന് കിട്ടും. അതാണ് 1t എന്ന് കിട്ടുക. അപ്പോൾ 1 ബൈ ടി എടുക്കുമ്പോൾ v ബൈ 2 പൈ r ഇങ്ങനെ കിട്ടും. ഏതെങ്കിലും ഒരു രൂപത്തിൽ ചെയ്താൽ മതി, നമുക്കിത് മതി. സോ ഫ്രീക്വൻസി ഈക്വൽ ടു v ബൈ 2 പൈ r. അതിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വാല്യൂസ് ഓഫ് v ആൻഡ് r, ഇത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആ സ്റ്റെപ്പ് നിങ്ങൾ കാണിക്കണം. വെലോസിറ്റിന്റെയും റേഡിയസിന്റെ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വെലോസിറ്റി ഇക്വേഷൻ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? e സ്ക്വയർ ബൈ 2 എപ്സിലോൺ 0 hn. റേഡിയസിന്റെ ഇക്വേഷൻ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താണ്? n സ്ക്വയർ h സ്ക്വയർ ബൈ n സ്ക്വയർ h സ്ക്വയർ എപ്സിലോൺ 0 ബൈ പൈ m e സ്ക്വയർ. ഈ r-ന്റെയും v-ന്റെയും വാല്യൂ ഈ ഇക്വേഷനിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിനെ സോൾവ് ചെയ്യുക. സോൾവ് ചെയ്തിട്ട് അവസാന ഇക്വേഷൻ ഇങ്ങനെ കിട്ടും, ന്യൂ ഈക്വൽ ടു ഫ്രീക്വൻസി ഈക്വൽ ടു m e raised to 4. ഇത് കിട്ടുന്നുണ്ടോ എല്ലാവരും നോക്കണം. m e raised to 4 by 4 എപ്സിലോൺ 0 സ്ക്വയർ h ക്യൂബ് n ക്യൂബ് എന്നുള്ള ഇക്വേഷൻ കിട്ടും. ഇതാണ് ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ. അപ്പോൾ m e raised to 4, m എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്. m e raised to 4 എപ്സിലോൺ 0 സ്ക്വയർ h ക്യൂബ് n ക്യൂബ്, ഇതാണ് ഫ്രീക്വൻസി. ഇനി നമ്മൾ ഫസ്റ്റത്തെ ഓർബിറ്റിൽ കറങ്ങുന്ന ഇലക്ട്രോണിന്റെ ഫ്രീക്വൻസി കാണെങ്കിലും ന്യൂ 1 കാണെങ്കിലോ n എന്ത് കൊടുത്താൽ മതി? 1 കൊടുത്താൽ മതി. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് എല്ലാവരും കാൽക്കുലേറ്റർ ഒന്ന് അടിച്ചു നോക്കണം. m എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്, 9.1 into 10⁻⁻31. e എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ചാർജ് 1.6 into 10⁻⁻19. അതിന്റെ റേസ് ടു 4 എടുക്കണം. ഡിവൈഡഡ് ബൈ 4 ഉണ്ട്. എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ 8.85 into 10⁻12. അതിനെ സ്ക്വയർ ചെയ്യണം. h ക്യൂബ് എടുക്കണം. h എന്ന് പറഞ്ഞാൽ 6.625 into 10⁻34 ആണ് അതിന്റെ ക്യൂബും. ഇത്രയും കാൽക്കുലേറ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഫ്രീക്വൻസി ഓഫ് ഇലക്ട്രോൺ ഇൻ ദ ഫസ്റ്റ് ഓർബിറ്റ്. എത്ര കിട്ടുക? ന്യൂ 1 ഇസ് ഈക്വൽ ടു 6.57 into 10⁻15 റൊട്ടേഷൻസ് പെർ സെക്കൻഡ്. ഇത്രയും ഹെഡ്സ് കിട്ടും, റെവല്യൂഷൻ പെർ സെക്കൻഡ്, RPS. അപ്പോൾ ഇത്ര ഒരു സെക്കൻഡിൽ 10⁻15 ആണ്. 6.57 into 10⁻15. 10⁻7 എന്ന് പറയുമ്പോൾ തന്നെ 1 ലക്ഷം. 10⁻8 എന്ന് പറഞ്ഞാൽ 10 ലക്ഷമൊക്കെ ആയി, അല്ലെ? 10⁻6 തന്നെയാണ് 1 ലക്ഷം. 10⁻8 എന്നൊക്കെ പറഞ്ഞാൽ തന്നെ 1 കോടിയൊക്കെ ആയി. അപ്പൊ 10⁻15 എന്ന് പറഞ്ഞാൽ എത്ര വരും? കോടാനക്കോടി വരും. അത്രയും ഒരു സെക്കൻഡിൽ അത്രയും പ്രാവശ്യം ഇലക്ട്രോൺസ് ഇവിടെ കറങ്ങും. അതന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം വളരെ ഹൈ വെലോസിറ്റിയിലാണ്, വളരെ അടുത്തുമാണ് കറങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ എണ്ണം ഉണ്ടാവും. അപ്പോൾ നമുക്ക് പിന്നെ ന്യൂ 1ന്റെ വാല്യൂ കിട്ടി. ഈ ന്യൂ 1ന്റെ വാല്യൂ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ജനറൽ ഇക്വേഷൻ എഴുതാൻ പറ്റും. അപ്പൊ ന്യൂ n, ഫ്രീക്വൻസി ഓഫ് എനി ഓർബിറ്റ്. ന്യൂ നമ്മൾ നേരത്തെ ഇക്വേഷനിൽ m e raised to 4 by 4 എപ്സിലോൺ 0 സ്ക്വയർ h ക്യൂബിനാണ് നമ്മൾ ന്യൂ 1 എന്ന് കൊടുത്തത്. സോ ന്യൂ 1 by n ക്യൂബ് എന്ന് ഒരു ഇക്വേഷൻ. അപ്പോൾ ന്യൂ n പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറുമായിട്ട് എങ്ങനെ ബന്ധം? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1 by n ക്യൂബ് ആണ്, അല്ലെ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു n ക്യൂബ് ആണ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഓരോന്നും പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറുമായിട്ട് എങ്ങനെയാണ് ബന്ധം എന്നുള്ളത് അറിഞ്ഞിരിക്കണം. സോ ഫ്രീക്വൻസി ഈസ് പ്രൊപ്പോർഷണൽ ടു 1 by n ക്യൂബ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു n ക്യൂബ് ആണ്. ഈ ഫ്രീക്വൻസി സാധാരണ അങ്ങനെ ചോദിക്കാറില്ല. അടുത്തത് പ്രധാനപ്പെട്ടതാണ്, ടോട്ടൽ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ബോർ സ്റ്റേഷനറി ഓർബിറ്റ്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ടോട്ടൽ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ബോർ സ്റ്റേഷനറി ഓർബിറ്റ്. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിന്റെ ടോട്ടൽ എനർജി കാണണം.
ഇലക്ട്രോൺ ആസ് ദ റിവോൾവിംഗ് ഇലക്ട്രോൺ പൊസസ് ബോത്ത് കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. കാരണം ഇലക്ട്രോൺസ് ഇങ്ങനെ പിന്നെ ന്യൂക്ലിയസ് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് രണ്ട് തരം എനർജി ഉണ്ടാവും. മൂവ് ചെയ്യുന്നതുകൊണ്ട് കൈനറ്റിക് എനർജി ഉണ്ട്, മാത്രമല്ല ഇത് ഇലക്ട്രോണിന് ചാർജ് ഉണ്ട്. പിന്നെ ഓൾറെഡി ഇത് പോസിറ്റീവ് ചാർജിലെ ന്യൂക്ലിയസിന് ചുറ്റുമാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ചാർജ് കൊണ്ട് ഇവർക്ക് നമ്മളൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. അപ്പോൾ കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അപ്പോൾ ടോട്ടൽ എനർജി കാണണമെങ്കിൽ രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. ദെർഫോർ ടോട്ടൽ എനർജി ഈക്വൽ ടു KE പ്ലസ് PE, കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ഇനി രണ്ടിനും വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കൈനറ്റിക് എനർജി എങ്ങനെ കാണാം? കൈനറ്റിക് എനർജി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഐഡിയ വീണ്ടും ഉപയോഗിക്കുകയാണ്. സെൻട്രിപിറ്റൽ ഫോഴ്സ് ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് അല്ലെ. mv²/r is equal to 1/4πε0 E²/r² എന്ന് എഴുതാൻ പറ്റും. സെൻട്രിപിറ്റൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. സോ mv²/r ഈക്വൽ ടു 1/4πε0 E²/r² എന്ന് എഴുതാൻ പറ്റും. അതിൽ നിന്ന് ഒരു ആറും കൂടെ ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരാം? mv² ഈക്വൽ ടു ഒന്ന് പറഞ്ഞാൽ mv² ഒരു ആറും ക്യാൻസൽ ചെയ്താൽ പിന്നെ എന്താ ബാക്കി ഉണ്ടാവുക? mv² is equal to 1/4πε0 E²/r എന്നുണ്ടാവും. അപ്പൊ നമ്മൾ കൈനറ്റിക് എനർജി എന്താ വേണ്ടത്? ഹാഫ് mv² ആണ്. ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇക്വേഷൻ 2 നമ്മൾ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ കൈനറ്റിക് എനർജി ഇക്വേഷൻ കിട്ടും. സോ കൈനറ്റിക് എനർജി is equal to ഹാഫ് mv² is equal to 1/4π എന്നുള്ളടത്ത് 2 കൊണ്ട് മൾട്ടിപ്ലൈ 8 ആവും. 1/8πε0 E²/r എന്ന് വരും. അപ്പൊ കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ നമുക്ക് പെട്ടെന്ന് കിട്ടി. ഇനി പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ കിട്ടണം. പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ എങ്ങനെ കിട്ടുക? പൊട്ടൻഷ്യൽ എനർജി is equal to പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ് ആണ്. നമ്മൾ നേരത്തെ പിന്നെ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് ഒക്കെ കണ്ടപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി കണ്ടിരുന്നു. പൊട്ടൻഷ്യലിനെ ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പൊട്ടൻഷ്യൽ എത്ര വരിക? 1/4πε0 E/r. 1/4πε0 ന്യൂക്ലിയസിന്റെ ചാർജ് ഇവിടെ E ആണ്. നേരത്തെ നമ്മൾ ZE എന്നൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും, നമ്മൾ ഓർക്കുണ്ടാവും. അവിടെ നമ്മൾ ന്യൂക്ലിയസിന്റെ ചാർജ് Z, കാരണം ഗോൾഡ് ആകുമ്പോൾ ഗോൾഡിന്റെ ആറ്റോമിക് നമ്പർ ഉപയോഗിക്കണം. ഇവിടെ ഹൈഡ്രജൻ ആണ് ന്യൂക്ലിയസ്. ഹൈഡ്രജന്റെ ആറ്റോമിക് നമ്പർ 1 ആണ്. അപ്പൊ 1 × E, അപ്പൊ 1E അതാണ് E എന്ന് മതി. E/r എന്ന് വരും. സോ 1/4πε0 E/r അതാണ് പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ചാർജ് എത്ര? ഇവിടെ ഇലക്ട്രോൺ ആണ് റിവോൾവ് ചെയ്യുന്നത്. ഇലക്ട്രോണിന്റെ ചാർജ് എത്ര? -E ആണ്. നേരത്തെ ആൽഫ പാർട്ടിക്കിൾ ആണ് വന്നിരുന്നത് അവിടെ. അപ്പൊ അവിടെ നമ്മൾ 2E, കാരണം രണ്ടും ആൽഫ പാർട്ടിക്കിൾ ചാർജും പോസിറ്റീവ് ആണ്, അതുകൊണ്ടാണ് +2E കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. ഇവിടെ -E കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇലക്ട്രോണിന്റെ ചാർജ് മൈനസ് ആണ്, നെഗറ്റീവ് ആണ്. പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ്, ന്യൂക്ലിയസിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. അപ്പോൾ എന്താ കിട്ടുക? 1/4πε0 E/r ഇൻറ്റു -E എന്ന് വരും. സോ മൈനസ് നമ്മൾ ആദ്യം ഇട്ടു, -1/4πε0 E × E² എന്ന് വരും, E²/r. അപ്പൊ കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ കിട്ടി, പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ കിട്ടി. ഇത് രണ്ടും കൂടി നമ്മൾ മുകളിലത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ടോട്ടൽ എനർജി കിട്ടും. ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എങ്ങനെ വരിക? ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജിന്റെ വാല്യൂ 1/8πε0 E²/r പ്ലസ് മൈനസ് വരും, -1/4πε0 E²/r. അത് നമ്മൾ പിന്നെ ഒന്നും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും ഫൈനൽ ഇക്വേഷൻ -1/8πε0 E²/r. അത് സോൾവ് ചെയ്യുമ്പോൾ ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നോക്കൂ, ആ രണ്ട് ഇക്വേഷനിലും എന്താണ് കോമൺ നോക്കുക, അതിനാണ് പുറത്തേക്ക് എടുത്താൽ മതി. കൈനറ്റിക് എനർജിന്റെ ഇക്വേഷനിൽ നമ്മൾ പറഞ്ഞു 1/8πε0 E²/r ആണുള്ളത്. പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ -1/4πε0 E²/r. അപ്പൊ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 1/8πε0 E²/r മൈനസ് 1/4πε0 E²/r എന്ന് വരും. ആ രണ്ട് ടേമിലും 1/4πε0 E²/r കോമൺ ആണ്, അതിനെ പുറത്തേക്ക് എടുക്കുക. അപ്പൊ ആദ്യത്തെ ടേമിൽ എന്താ ബാക്കി ഉണ്ടാവുക? ഒരു 1/2 ബാക്കി ഉണ്ടാവും അല്ലെ. 1/2 മൈനസ് പിന്നെ മറ്റേ ടേമിലോ 1 ബാക്കി ഉണ്ടാവും അല്ലെ. 1/2 - 1 എന്ന് വരും. 1/2 - 1 ചെയ്താൽ എന്താ കിട്ടുക? 1/2 - 1 -1/2 എന്ന് കിട്ടും. ആ -1/2 അതിന് മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മൾ പുറത്തേക്ക് എടുത്ത ടേമിനിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. -1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -1/8πε0 E²/r എന്ന് കിട്ടും. ഇതാണ് ടോട്ടൽ എനർജിന്റെ ഇക്വേഷൻ. ഇതിൽ ആറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദ വാല്യൂസ് ഓഫ് ആർ. ആറിന്റെ വാല്യൂ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞാൽ ആറിന്റെ വാല്യൂ എന്തായാലും നിങ്ങൾ കാണാതെ പഠിക്കണം, എന്നാലേ ഇവിടെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ടോട്ടൽ എനർജിന്റെ ഇക്വേഷൻ ഒക്കെ പല പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അപ്പൊ റേഡിയസിന്റെ വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. റേഡിയസിന്റെ ഇക്വേഷൻ എന്താണെന്ന് കാണാതെ പറഞ്ഞ എല്ലാവരും n² h²ε0/πm E² അല്ലെ. നമ്മൾ ആ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ന്റെ വാല്യൂ എന്ത് കിട്ടും? -me²/8ε0² എന്ന് കിട്ടും അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്തത് ആറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി -me²/8ε0² എന്ന് കിട്ടി. നേരത്തെ പോലെ തന്നെ അപ്പൊ ഇത് ബോക്സിലാക്കി വെക്കുക. ഇക്വേഷൻ ആണ് എനർജിന്റെ ഇക്വേഷൻ. നേരത്തെ പോലെ നമുക്ക് n1 എന്ന് കൊടുക്കുക, ബാക്കിയുള്ളൊക്കെ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ n നമ്മൾ 1 എന്ന് കൊടുത്താൽ ഫസ്റ്റത്തെ ഓർബിറ്റിലുള്ള ഇലക്ട്രോണിന്റെ എനർജി കിട്ടും. when n is equal to 1
the energy of electron revolving in the first orbit. E1 ന്റെ വാല്യൂ കിട്ടും. E1 ന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. മാസിന്റെ വാല്യൂ നമ്മൾ ഒന്നുകൂടി പറയാണ്. മാസിന്റെ വാല്യൂ 9.1 × 10⁻³ E ന്റെ വാല്യൂ 1.6 × 10⁻19. അതിന്റെ റേസ് ടു 4 എടുക്കണം. ഡിവൈഡഡ് ബൈ 8 എപ്സിലോൺ 0 ന്റെ സ്ക്വയർ. എപ്സിലോൺ 0 ന്റെ വാല്യൂ 8.85 × 10⁻12. അതിന് സ്ക്വയർ ചെയ്യുക. എച്ചിന്റെ വാല്യൂ 6.625 × 10⁻34. അതിന് സ്ക്വയർ ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും -2.18 × 10⁻18 ജൂൾ എന്ന് കിട്ടും. അത് ജൂളിലുള്ള എനർജിയാണ്. അതിന് നമ്മൾ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് 1.6 × 10⁻19 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുക. ഈ ഇക്വേഷനെ ഡിവൈഡ് ചെയ്യുക. അപ്പൊ -2.18 × 10⁻18 ഡിവൈഡഡ് ബൈ 1.6 × 10⁻19 അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും -13.6. അപ്പൊ നമ്മൾ ഇലക്ട്രോൺ വോൾട്ട് എന്നുള്ള എനർജിയിലേക്ക് യൂണിറ്റിലേക്ക് മാറി. ജൂളിൽ നിന്ന് നമ്മൾ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റി. കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള വാല്യൂ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാറ്റിയത്. എനർജിന്റെ മറ്റൊരു യൂണിറ്റ് തന്നെയാണ് ഇലക്ട്രോൺ വോൾട്ടും. അപ്പൊ ഇ എൻ ന്റെ വാല്യൂ നമുക്ക് ഇനി സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. ഇ എൻ ന്റെ വാല്യൂ -13.6. എത്രയും സാധനത്തിന് m(e⁴/8 ε0² h². ഇത്രയും സാധനത്തിന്റെ വാല്യൂ ആണ് -13.6 അല്ലെ. സോ -13.6/n² eV എന്ന് കിട്ടും. ഈ ഇക്വേഷൻ ബോക്സിലാക്കി വെച്ചാൽ മതി. എനർജിന്റെ വാല്യൂ നമുക്ക് ഏത് ഓർബിറ്റിലുള്ള എനർജി കാണണമെങ്കിലും ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഹൈഡ്രജന്റെ കേസിൽ En = -13.6/n². അത് ഇലക്ട്രോൺ വോൾട്ടിലാണെന്ന് ഓർത്ത് വെക്കണം. EV ഇലക്ട്രോൺ അതുകൊണ്ടാണ് അപ്പോൾ അത് എഴുതണം. ജൂളിലാണെങ്കിൽ പ്രത്യേകിച്ച് എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇലക്ട്രോൺ വോൾട്ടിലാകുമ്പോൾ നമ്മൾ പ്രത്യേകം കാണിക്കണം. സോ En = -13.6/n². അപ്പൊ നമുക്ക് ഒന്നാമത്തെ പിന്നെ ഓർബിറ്റിൽ കറങ്ങുന്ന ഇലക്ട്രോൺ എനർജി കാണണമെങ്കിൽ എത്ര കിട്ടുക? N 1 എന്ന് കൊടുക്കുക. അപ്പൊ -13.6 ഇലക്ട്രോൺ വോൾട്ടിന് കിട്ടും. ഇനി നമ്മൾ രണ്ടാമത്തെ ഓർബിറ്റിൽ കറങ്ങുന്ന ഇലക്ട്രോൺ എനർജി കിട്ടണമെങ്കിലോ N 2 എന്ന് കൊടുത്താൽ മതി. അപ്പൊ 2² 4 -13.6/4 ചെയ്താൽ മതി അല്ലെ. അപ്പൊ അത്രയും എനർജി കിട്ടും. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ. ഇനി നമ്മൾ ഇവിടെ എനർജി പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറുമായിട്ട് എങ്ങനെ ബന്ധം? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു n² ആണ്. അപ്പൊ നമ്മൾ എനർജിന്റെ ഇക്വേഷന്റെ ഡെറിവേഷനും നമ്മളിവിടെ പറഞ്ഞു. ഇവിടെ നമുക്ക് ഒരു സാധനം കൂടി പറയാം. ടോട്ടൽ എനർജിന്റെ വാല്യൂ ഇവിടെ നെഗറ്റീവ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇ എൻ ന്റെ വാല്യൂ -13.6 ആണ്. ടോട്ടൽ എനർജിന്റെ വാല്യൂ നെഗറ്റീവ് ആണ്. അതിന്റെ അർത്ഥം അട്രാക്ഷൻ ഉണ്ട്. നമ്മൾ പണ്ട് പിന്നെ +1 ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിന്റെ കേസിലൊക്കെ നമ്മൾ അങ്ങനെ പറഞ്ഞിരുന്നു. ടോട്ടൽ എനർജി ഇപ്പോൾ ഓർബിറ്റിംഗ് സാറ്റലൈറ്റിന്റെ പിന്നൊക്കെ ടോട്ടൽ എനർജി നെഗറ്റീവ് ആണെന്ന് നമ്മൾ കാണിക്കുക. കാരണം എന്താ? ഈ സാറ്റലൈറ്റ് ഈ പ്ലാനറ്റുമായിട്ട് പിന്നെ ബൗണ്ട് സിസ്റ്റത്തിലാണ്, ഒരു അട്രാക്ഷനിലാണ് നിൽക്കുന്നുണ്ടാവുക. അതേപോലെ തന്നെയാണ് ഇവിടെ ഇലക്ട്രോണിന്റെ എനർജി നെഗറ്റീവ് ആണ്. ടോട്ടൽ എനർജി അതിന്റെ അർത്ഥം എന്താ? ഇലക്ട്രോൺ ന്യൂക്ലിയസുമായിട്ടൊരു അട്രാക്ഷനിലാണ് ഉള്ളത്. The total energy is negative means that the electron is bound to the nucleus and not free to leave. അല്ലെ, ലീവ് ചെയ്യാൻ മാത്രം ഫ്രീ ഒന്നല്ല. അപ്പോൾ എന്ത് ബൗണ്ടഡ് സിസ്റ്റം ആണ്. മറ്റൊരു ടേം അയണൈസേഷൻ എനർജി. നിങ്ങൾ കെമിസ്ട്രി കേട്ടതായിരിക്കും അയണൈസേഷൻ എനർജി. അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മിനിമം എനർജി റിക്വയർഡ് ടു ഫ്രീ ആൻ ഇലക്ട്രോൺ ഫ്രം ദി ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് ഓഫ് ആൻ ആറ്റം ഇൻ ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് ഒരു ആറ്റത്തിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പിന്നെ ഒരു ഇലക്ട്രോണിനെ പുറത്ത് ചാടിക്കാൻ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് നിന്ന് പുറത്ത് എടുക്കാൻ ആവശ്യമായിട്ടുള്ള എനർജിനെയാണ് അയണൈസേഷൻ എനർജി എന്ന് വിളിക്കുക. ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ ആകെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ അത് ഒന്നാമത്തെ ഓർബിറ്റിലാണ് ഉണ്ടാവുക സാധാരണഗതിയിൽ. അതാണ് അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ്. അപ്പൊ അവിടുന്ന് അതിനെ എടുക്കാൻ നമുക്ക് എത്ര എനർജി കൊടുക്കണം? -13. കാരണം ഒന്നാമത്തെ ഓർബിറ്റിൽ അതിനുള്ള എനർജി -13.6 ആണ്. അപ്പൊ അയണൈസേഷൻ എനർജി എന്താ കിട്ടുക? -13.6 ഇലക്ട്രോൺ വോൾട്ട്. ഇത്ര എനർജി കൊടുക്കണം. ഫോർ ഹൈഡ്രജൻ ആറ്റം ദ അയണൈസേഷൻ എനർജി ഈസ് 13.6 ഇലക്ട്രോൺ വോൾട്ട് എന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. -13.6 ആണ് പിന്നെ എനർജി ഉണ്ടാവുക. നമ്മൾ +13.6 എനർജി ഇലക്ട്രോൺ വോൾട്ട് എനർജിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോഴാണ് അതിനെ പുറത്ത് കൊടുക്കാൻ പറ്റുക. ഇപ്പൊ നമ്മൾ സോഡിയം ആണെങ്കിലോ സോഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ എത്ര? 11 ആണ്. അപ്പോൾ 2 അതിന്റെ നമ്മൾ പിന്നെ ഓർബിറ്റൽ കോൺഫിഗറേഷൻ ഏതാണ് യന്ത്രം കിട്ടുക? പിന്നെ 2, 8, 1 ഇങ്ങനെയാണ് എഴുതേണ്ടി വരിക. അപ്പൊ ഒന്നാമത്തെ n = 1 2 ഇലക്ട്രോൺസ് ഉണ്ടാവും. n = 2 8 ഇലക്ട്രോൺസ് ഉണ്ടാവും. n = 3 1 ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പോൾ ഇവിടുന്ന് നമ്മൾ n = 3 എന്നുള്ള അതാണ് ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ്. അവിടുന്ന് ഇലക്ട്രോൺ എമിറ്റ് ചെയ്യിക്കാൻ കൊടുക്കുന്ന എനർജിനെയാണ് അയണൈസേഷൻ എനർജി. അതാണ് അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഓക്കെ. പിന്നെ നമ്മൾ ഇനി എക്സൈറ്റഡ് സ്റ്റേറ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്നുള്ള വേറെ ടേം ഉണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇത്രയും കാര്യമാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. അപ്പോൾ വളരെ പിന്നെ ലെങ്തി ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ എടുത്തത്. അതിൽ വളരെ പ്രധാനപ്പെട്ട കുറെ സാധനങ്ങൾ മാത്രമേ ഇന്ന് പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് പിന്നെ ബോർ മോഡൽ ഓഫ് ആറ്റം. ആ ബോർ മോഡൽ ഓഫ് ആറ്റത്തിന്റെ 3 പോസ്റ്റുലേറ്റുകൾ നിർബന്ധമായിട്ടും പഠിക്കണം. പിന്നെ ബോർ തിയറി, ഹൈഡ്രജൻ ആറ്റത്തിന്റെ ബോർ തിയറി നമ്മൾ പിന്നെ ഡെറിവേഷൻസ് ആണ് 4 ഡെറിവേഷൻസ് പഠിച്ചു. അതിൽ റേഡിയസിന്റെ ഡെറിവേഷനും എനർജിന്റെ ഡെറിവേഷനും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും എല്ലാ കുട്ടികളും നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്. പിന്നെ ഡെറിവേഷൻസ് ഒക്കെ നോട്ടിൽ എഴുതി പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.